ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താ പറയുക, ഇന്ന് നമുക്ക് 13ാമത്തെ നോമ്പാണ്. 13ാമത്തെ നോമ്പിന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇത്രയും നോമ്പായിട്ട് എനിക്ക് നോമ്പ് തുറക്കാൻ പോകാൻ പറ്റിയിട്ടില്ല എവിടേക്കും. അപ്പോൾ ഇന്ന് എനിക്കൊരു നോമ്പ് തുറയുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ എന്ത് സംഭവിച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കും എൻ്റെ വീട്ടിലേക്കൊക്കെ നോമ്പ് തുറക്കാൻ വിളിക്കുമ്പോൾ ഞങ്ങളെ സാഹചര്യം കൊണ്ട് തന്നെ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ആ കുറവൊന്ന് നികത്താ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ രാവിലെ തന്നെ ഞാൻ തുണികളൊക്കെ വാഷ് ചെയ്യാട്ട് മോളെ കുളിപ്പിച്ച് ഓളെ ഉറക്കിയതിന് ശേഷം വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓഫ് ഡേയിൽ മാത്രമേ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വീട് മൊത്തം ഞാൻ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഷെംകാക്ക് വന്നിട്ടുണ്ടായിരുന്നു വേഗം. അപ്പോൾ അവർ കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നോമ്പ് തുറക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ വീട്ടിൽ പോകുന്നതിൻ്റെ മുന്നേ അവനക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ എനിക്ക്. അപ്പോൾ അത് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് കാര്യങ്ങളെ ചെയ്യാനുള്ളൂ, വല്ലാണ്ടൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഉണ്ടാക്കേണ്ട എന്താ വെച്ചാൽ പുട്ട്, അതേപോലെ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് കൊണ്ടുവന്നത് വാട്ടർമെലൺ ഉണ്ട്, അതുപോലെ എന്താ പറയുക പൈനാപ്പിൾ ഉണ്ട്, പിന്നെ നമ്മുടെ ഞാലിപ്പൂവൻ പഴം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാലിപ്പൂവൻ പഴം പുട്ടൊക്കെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് അത് കൊണ്ടുവരേണ്ടത്. അല്ലെങ്കിലും ഒരുവിധം ദിവസങ്ങളിലൊക്കെ പഴം ഈ 3 ഫ്രൂട്ട്സും നമുക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വാട്ടർമെലൺ കട്ട് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് ഭയങ്കര യെല്ലോ കളർ. അപ്പോൾ എനിക്കെന്തോ അതൊരു അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തു. ഞാനത് ചെത്തിക്കളഞ്ഞു കേട്ടോ. അതിനുശേഷം വാട്ടർമെലൺ കട്ട് ചെയ്തിട്ടാണ്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചു കേട്ടോ. കാരണം നോമ്പ് തുറക്കാനാകുമ്പോൾ അവനെടുത്ത് കഴിച്ചോളും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട്. ഗ്രേപ്പ് ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഞാൻ വെക്കാറാണ്, സ്ഥിരമായിട്ട് വെക്കില്ല. അപ്പോൾ നന്നായിട്ട് തണുക്കും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അത് കുടിക്കാം. അങ്ങനെ ഞാൻ ഒന്നായിട്ട് അടിച്ചു വെക്കാറാണ്. അങ്ങനെ ചെയ്ത് കാരണം അതും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അതിനുശേഷം നമുക്ക് ചിക്കൻ കറി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ തേങ്ങ പൂണ്ടെടുക്കണം, പിന്നെ കുറച്ച് ചെറിയുള്ളി റെഡിയാക്കണം കേട്ടോ. എന്നിട്ട് ചിക്കൻ കറി ഓൾറെഡി ഇന്നലക്കത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് തേങ്ങ അരച്ച് പാർന്നാൽ മാത്രം മതി. അങ്ങനെ ഞാൻ അതൊന്ന് ഗ്രൈൻഡ് എടുത്തിട്ട് ഞാൻ ചിക്കൻ കറി എന്ത് ചെയ്തു, അടുപ്പിലേക്ക് വെച്ചു. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരണം, അത് സെറ്റാക്കണം. ആ സമയം കൊണ്ട് തന്നെ മോൾക്കുള്ള കുറുക്കുണ്ടാക്കണം. കാരണം ഞാൻ പോകുന്നതിൻ്റെ മുന്നേ അവൾക്ക് ഫുഡ് എന്തെങ്കിലും കൊടുത്താൽ അതവൾ ഫില്ലായിട്ട് അങ്ങനെ കിടന്നോളും. പിന്നെ അവളെ കൊണ്ട് പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിച്ചാണ് കേട്ടോ അവൾ. ഫുഡ് നല്ല മരുന്ന് കഴിക്കില്ല, ഫുഡും കഴിക്കില്ല. ഞാൻ ഇങ്ങനെ കുറേ കൊടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കണം കുറേ സമയം, അതിന് വേണ്ടി മെനക്കെടണം. അപ്പോഴേക്ക് ചിക്കൻ കറി തിളച്ചിരുന്നു കേട്ടോ. അതിലേക്ക് ഞാൻ തേങ്ങ അരച്ച് വെച്ചത് ഞാൻ പാർന്നു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ചപ്പോൾ അത് ഓഫാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇടട്ടോ. ചെറിയുള്ളി ചീരുള്ളി എന്നൊക്കെ പറയട്ടോ ഇവിടെ. ഞങ്ങൾ ചീരുള്ളി എന്നാണ് അധികം പറയില്ല, എന്നാലും ഒരു പൊലിവിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയുള്ളി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ചെറിയുള്ളി നന്നായിട്ട് വറുത്ത് വരട്ടെ, അതായത് ബ്രൗൺ കളറായിട്ട് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ നമ്മളെ കറിയിലേക്ക് അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കറി സെറ്റായിട്ടാണ്. ഇനി കറീനെ കുറിച്ചൊരു ടെൻഷനും വേണ്ട. കറി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കണ്ട് നമുക്ക് അടച്ചു കൊടുക്കട്ടെ. അപ്പോൾ നല്ല തിക്ക് കറിയായിട്ട് കിട്ടും. അതിനുശേഷം കുക്കറിൽ ഞാൻ വെള്ളം വെച്ച് കണ്ട് കുക്കർ അടുപ്പത്ത് വെച്ചു. എന്തിനാണെന്ന് വെച്ചാൽ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കേണ്ടത്. ഞാൻ ഈ പുട്ടുംകുറ്റി വാങ്ങിയത് എന്താ വെച്ചാൽ വലിയ പുട്ടുംകുറ്റി വാങ്ങി കഷ്ടപ്പെടാം. അതിൻ്റെ ഉള്ളിലൊക്കെ കൈ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ എൻ്റെ കൈയൊന്നും കൊള്ളൂലല്ലോ എന്ന് വിചാരിച്ച് കണ്ട് വാങ്ങിയതാണ്. പക്ഷേ പുട്ട് കിട്ടും, ചെമ്പാപ്പുട്ടാണ് വെച്ചത്. അപ്പോൾ ഒരു 3 പുട്ടോ 4 പുട്ടോ മതി, അത്ര തന്നെ കഴിക്കൂല കേട്ടോ. അപ്പോൾ അതും ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ. പക്ഷെ ആ പുട്ട് ചെറുതായിട്ട് പാളിയിരുന്നു. എന്നാലും അത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ അവരെന്നെ കൊണ്ടുവരാൻ വന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. കൊണ്ടുവരാൻ വന്നിരുന്നു അവൾ. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ അവളോട് ഫേസൊക്കെ കാണിക്കാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മഞ്ചേരി എത്തിയ സമയത്തുണ്ടല്ലോ ഫുള്ള് ബ്ലോക്കാണ്. പറഞ്ഞാൽ എയിലെ പോയാലും ബ്ലോക്കാണ്. അവിടെ എന്തോ അടി നടക്കുകയാണെന്നോ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്. അങ്ങനെ ഫുള്ള് ബ്ലോക്കായി. ലാസ്റ്റ് ഞങ്ങൾക്കൊരു വഴി തപ്പി പിടിച്ച് കിട്ടി. അങ്ങനെ ഞങ്ങൾ അവരെ വീട്ടിലെത്തിയിട്ടോ. അവിടെ എത്തിയപ്പോൾ അവിടെ കുറേ വണ്ടിയും കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. കുറേ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഗ്രാൻഡായിട്ട് തന്നെ നടന്നിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഫ്രൂട്ട്സും, അതായത് സമൂസയും കട്ട്ലൈറ്റും ഇതൊക്കെ കഴിച്ചിട്ടാണ് നല്ല തീറ്റിരുന്നു. അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ചു. അതിനുശേഷം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി, അതായത് ആണുങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ അവർ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളിരിക്കുന്നത്. അപ്പോൾ നമ്മളിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് സുറുപ്യാൻ, പത്തിരി, പൊറോട്ട, ബീഫ് ബിരിയാണി, ചിക്കൻ ഫ്രൈ ഇതൊക്കെ കഴിക്കാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് നല്ല വിശാലമായിട്ട് നോമ്പൊക്കെ തുറന്ന് നമ്മൾ അവിടെ നിന്ന് പോന്നു. കാരണം നൈറ്റൊക്കെ പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് കഴിക്കണം. മോളുണ്ടായതിനു ശേഷം എനിക്ക് നൈറ്റൊന്നും അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാറില്ല. കാരണം അവളെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ മാത്രമേ അങ്ങനെ പുറത്തിറങ്ങാറുള്ളൂ കേട്ടോ. അങ്ങനെ പോയിട്ട് ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞാൻ വേഗം ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ മേലേക്ക് കയറി
എന്താ പറയുക കയറി ചെല്ലുമ്പോൾ എന്താണ് അവളെ അവസ്ഥ കാര്യങ്ങളെന്നൊന്നും അറിയില്ല. അവളെന്നെ കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മൂപ്പരെ വിളിച്ച് കണ്ട് പറഞ്ഞു നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി എനിക്കൊന്ന് കാണാനായിട്ട് അവളെ എന്ന് പറയാനാണ്. അവൾക്കിങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതായിരുന്നു. അങ്ങനെ അവർ രണ്ടാളും വന്നു. അവൾ എന്നെ കണ്ടപ്പോൾ അന്തം വിട്ട് നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെ ഇപ്പോൾ ഇവിടെ വന്നു എന്നുള്ള രീതിയിലായിരുന്നു അവളുടെ നോട്ടം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളകത്തേക്ക് കയറി ഞാൻ അവളെ കുറച്ച് നേരം കൊഞ്ചിച്ച് അവൾക്ക് ഭയങ്കര സന്തോഷമായി. അവൾക്ക് ഒന്നാമത് ഞാൻ ക്യാമറ പിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അതിനുശേഷം ഫ്രിഡ്ജിൽ നല്ല തണുത്ത ജ്യൂസിനായിരുന്നു, ഞാനത് കുടിച്ചു. ഷെമിക്ക് എന്താ വേണ്ടതെന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഫുഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിരുന്നു. വാങ്ങരുതെന്ന് പറഞ്ഞു വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വാങ്ങിയില്ല. വാങ്ങരുതെന്ന് പറഞ്ഞാൽ പിന്നെ വാങ്ങിയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, മുപ്പത് കഴിക്കൂല. അപ്പോൾ പിന്നെ ഇവിടെ എത്തിയപ്പോൾ എന്താ വേണ്ടത് ചോദിച്ചു പോകുമ്പോൾ അവനക്ക് കഞ്ഞിയും ചമ്മന്തിയും ഓംപ്ലേറ്റുമാണ് വേണ്ടതെന്ന്. അങ്ങനെ അതുണ്ടാക്കി. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഞാൻ കഞ്ഞിയിട്ട് ഈ കുക്കർ കാണാം എപ്പോൾ നോക്കിയാലും ഇതിൽ കഞ്ഞി വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ക്ലീൻലെസ് ആകും കേട്ടോ. അതൊക്കെ എനിക്കൊരു മെനക്കെട്ട പണിയാണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, പാൻ അടുപ്പത്ത് വെച്ച് കണ്ട് അതിലേക്ക് ഞാൻ തേങ്ങ ഇങ്ങനെ പൂണ്ടെടുത്തിട്ട് അതും വറ്റൽമുളകും കൂടി വറുക്കാനിട്ടു കേട്ടോ. അത് വറുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കി. അതേ പാനിൽ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. ഓംലേറ്റ് ഉണ്ടാക്കി, കാരണം 2 ഓംലേറ്റ് ഉണ്ടാക്കാനുണ്ട്. അങ്ങനെ ഓംലേറ്റിനുള്ളത് ഒഴിച്ചു കൊടുത്തു. ഓംലേറ്റ് ഒന്ന് സെറ്റ് ആവുന്നുണ്ട്. അതിന് ശേഷം അടുത്ത ഓംലേറ്റ് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളെന്താ മുട്ട വറുക്കുകയാണെന്നോ പൊരിക്കുകയെന്നോ പറയുന്നത് എനിക്കറിയില്ല. നിങ്ങളെന്താ പറയുന്നത് വെച്ചാൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അത് വറുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചമ്മന്തിക്കുള്ള ഉണക്കമീൻ അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്, വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഉണക്കമീൻ, വറ്റൽമുളക്, അതുപോലെ പുളി, തേങ്ങ, ഇതാണ് കേട്ടോ ചമ്മന്തി. അപ്പോൾ ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ മുട്ടയൊക്കെ വറുത്ത് കഴിഞ്ഞ് പിന്നെ ചമ്മന്തി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതും കഴിഞ്ഞതിന് ശേഷം ചമ്മന്തി മുട്ടയും കഞ്ഞിയൊക്കെ നല്ല ചൂടോടെ തന്നെ റെഡിയായി. ഞങ്ങളത് കഴിച്ചു കേട്ടോ. അത് കഴിച്ചതിന് ശേഷം എനിക്ക് നിസ്കരിക്കാനും മോതാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് അതൊക്കെ പെൻഡിങ് ആണ്. കാരണം നോമ്പറക്കാൻ പോകുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മളെ കാര്യങ്ങളും പ്രോട്ടീനുകളൊന്നും കറക്റ്റ് സമയത്തിനൊന്നും നടക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷമം മാത്രമേ എനിക്ക് അങ്ങനെ പുറത്ത് പോകുമ്പോൾ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ എൻ്റെ ഓത്തൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് നിസ്കരിച്ചാലുണ്ടായിരുന്നു. നിസ്കരിച്ച് ഞാൻ പ്രാർത്ഥിച്ച് കുറച്ച് നേരം ഇരുന്ന് അവരോടൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നുമല്ല. അപ്പോൾ വീഡിയോയിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ സൗണ്ട് ഉണ്ടാവും. കാരണം എനിക്കിപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് സമയമില്ല, നൈറ്റൊന്നും ഇരിക്കാനും ഉറക്കം കിട്ടുന്നില്ല. അതുകൊണ്ടാട്ടോ ഞാൻ പകലാണ് വോയിസ് ഓവർ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.